നമ്മൾ ആരും തന്നെ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു പേരാണല്ലേ ഡോക്ടർ വന്ദനാദാസിൻ്റേത്. ഇന്ന് കേരളത്തിൽ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി വരുന്ന ദിവസമാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കും എന്നതാണ് ആ കുടുംബത്തിൻ്റെ ആത്മവിശ്വാസവും പ്രതീക്ഷയും എല്ലാം. സഹപ്രവർത്തകനും ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ മനോജ് ഉണ്ട് വിശദാംശങ്ങളുമായി. മനോജ്, ഡോക്ടർ വന്ദനാദാസ്, ആ പേര് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കുകയില്ല. ഇന്ന് എപ്പോഴേക്ക് നമുക്ക് കോടതിയുടെ വിധി പ്രതീക്ഷിക്കാം? രാഖി, അതുതന്നെയാണ് ഡോക്ടർ വന്ദനാദാസിന് നീതി ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഈ നാട് ഒന്നാകുകയും കുടുംബവും മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് ഈ പ്രതിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്നുള്ളത് തന്നെയാണ്. അവർക്ക് നഷ്ടമായത് ഒരു മകളെ മാത്രമല്ല, അതായത് 22 വയസ്സുള്ള ഡോക്ടർ വന്ദനാദാസ് ഏറെ സ്വപ്നങ്ങളും ഒക്കെയായി അവർ ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെയാണ് മെയ് 10 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് 2023 മെയ് 10 ഈ കുടുവട്ടൂർ സ്വദേശിയായിട്ടുള്ള സന്ദീപിനെ വീട്ടിലെ ഒരു തർക്കത്തെ തുടർന്ന് ഒരു പ്രശ്നമുണ്ടാവുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് പുയ്യപ്പള്ളി പോലീസാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ വച്ച് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാണ് ഈ പ്രതി അക്രമാസക്തനാകുന്നത്. അവിടെ ഉണ്ടായിരുന്ന സർജിക്കൽ കത്രിക കൈക്കലാക്കുകയും തുടർന്ന് കൂടെയുണ്ടായിരുന്ന പോലീസുകാരെയും കൂടെ വന്ന ആളെയുമൊക്കെ കൊത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനിടെ അവരൊക്കെ ഓടി രക്ഷപ്പെടുമ്പോൾ അവിടെ ഈ സന്ദീപിന് മുന്നിൽ പെട്ടുപോയത് ഡോക്ടർ വന്ദനാദാസാണ്. ഡോക്ടർ വന്ദനാദാസിനെ ശരീരത്തിൽ 16ഓളം തവണയാണ് ഈ പ്രതി കുത്തി പരിക്കേൽപ്പിച്ചത്. അതിനുശേഷം മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ വന്ദനാദാസ് വധക്കേസിൽ ഇന്ന് കോടതി വിധി വരികയാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ കൂടുതൽ വാർത്തകളിലേക്കും റിപ്പോർട്ടുകളിലേക്കും ഒക്കെ പോകാം. മനോജും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെ നമുക്ക് നൽകും.